യു.എസ്. ചൈന വ്യാപാര യുദ്ധം നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും സാമ്പത്തികമായി വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഗെയിമിൽ ഏർപ്പെട്ടിരിക്കുന്നു. അന്യായമായ വ്യാപാര രീതികൾ, ബൗദ്ധിക സ്വത്തവകാശ മോഷണം, ആഭ്യന്തര വ്യവസായങ്ങൾക്ക് അമിതമായ സബ്സിഡികൾ എന്നിവ ചൂണ്ടിക്കാട്ടി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഇറക്കുമതികൾക്ക് നിരവധി താരിഫുകൾ ഏർപ്പെടുത്തിയതോടെ സ്ഥിതി കൂടുതൽ വഷളാകാൻ തുടങ്ങിയിരുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന സ്വന്തം താരിഫുകൾ ചുമത്തി തിരിച്ചടിച്ചു. ഇതിനെ തുടർന്ന് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ വ്യാപാര യുദ്ധത്തിന് കാരണമായി. 2025 ഏപ്രിലിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. ഇതാണ് ചൈനയെ അമേരിക്കയ്ക്കെതിരെ പ്രതികാരം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പ്രധാന അമേരിക്കൻ വ്യവസായങ്ങളെ നേരിട്ട് ലക്ഷ്യമിട്ട് യു.എസ്. ഓട്ടോമൊബൈലുകൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയ്ക്ക് 25% മുതൽ 34% വരെ തീരുവ ചുമത്തുമെന്ന് ചൈനയുടെ വാണിജ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള സാമ്പത്തിക സംഘർഷങ്ങളുടെ വർധനവായി ഈ നീക്കം കാണപ്പെട്ടു. ഇപ്പോൾ നിരവധി ചൈനീസ് ഇറക്കുമതികൾക്ക് യു.എസ്. 145% താരിഫ് ചുമത്തിയിട്ടുണ്ട്. അതേസമയം ചൈന അമേരിക്കൻ ഇറക്കുമതികൾക്ക് 125% താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യാപാര യുദ്ധം ആഗോള വ്യാപാരത്തിൽ 0.2% നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തിക നഷ്ടം നേരിട്ടു. സംഘർഷങ്ങൾക്കിടയിലും ചൈനീസ് ഇറക്കുമതികൾക്കുള്ള താരിഫ് ഗണ്യമായി കുറഞ്ഞാലും അത് 0 ആകില്ലെന്ന് ട്രംപ് പ്രസ്താവിച്ചു. എന്നിരുന്നാലും താരിഫ് സംബന്ധിച്ച് ഒരു കൂടിയാലോചനയോ ചർച്ചകളോ നടത്തുന്നത് ചൈന നിഷേധിച്ചു. യു.എസും ചൈനയും രഹസ്യ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ ചൈന ഈ അവകാശവാദങ്ങളെയെല്ലാം പൊള്ളത്തരമായി വിശേഷിപ്പിച്ചു. ട്രംപിന്റെ താരിഫ് ഭീഷണികൾക്ക് മറുപടിയായി അവസാനം വരെ പോരാടുമെന്ന് പറഞ്ഞുകൊണ്ട് ബീജിംഗ് ധിക്കാരപരമായ ഒരു നിലപാട് നിലനിർത്തി. സാമ്പത്തിക ചെലവുകളും ആഗോള വിപണിയുടെ അസ്ഥിരതയും കണക്കിലെടുത്ത് വ്യാപാര യുദ്ധത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും നിക്ഷിപ്ത താൽപ്പര്യമുണ്ട്. തുടർച്ചയായ താരിഫ് വർധനവും പ്രതികാര നടപടികളും ആഗോള വിപണികളിൽ കൂടുതൽ സാമ്പത്തിക നഷ്ടങ്ങൾക്കും അസ്ഥിരതയ്ക്കും കാരണമായേക്കാം. താരിഫ് കുറയ്ക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പരസ്പര പ്രയോജനകരമായ കരാറിലെത്താൻ കഴിയും. ഇരു രാജ്യങ്ങളും അവരുടെ താരിഫുകളും വ്യാപാര നിയന്ത്രണങ്ങളും നിലനിർത്തുന്നതിനാൽ നിലവിലെ സമ്മർദ്ദങ്ങൾ നിലനിൽക്കും. യു.എസ്. ചൈന വ്യാപാര യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത്. ചൈന യു.എസിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി 90% കുറയ്ക്കുകയും കാനഡയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കുകയും ചെയ്തു. വ്യാപാര യുദ്ധം വിപണിയിലെ അസ്ഥിരതയ്ക്കും അനിശ്ചിതത്വത്തിനും കാരണമായി. ഇത് ലോകമെമ്പാടുമുള്ള ബിസിനസ്സുകളെയും നിക്ഷേപകരെയും ബാധിച്ചു. വളർച്ചയ്ക്കും വികസനത്തിനും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. യു.എസ്. ചൈന വ്യാപാര യുദ്ധം പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ചൈന അപ്രതീക്ഷിതമായി ഇടപെടുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു വൻതോതിലുള്ള തീരുവകൾ ട്രംപ് ഏർപ്പെടുത്തിയത്. പക്ഷേ ബീജിംഗ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നു. ഇപ്പോൾ യു.എസ്. നിശബ്ദമായി നടപടികൾ പിൻവലിക്കുകയും ചർച്ചകൾക്കെത്തുകയും ചെയ്യുന്നു. രഹസ്യ ചർച്ചകൾ നടത്തിയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതേസമയം ചൈന ഇതിനെ വഞ്ചനയും ഭീഷണിപ്പെടുത്തലുമാണെന്നാണ് വിശേഷിപ്പിച്ചത്. രണ്ട് സമ്പദ് വ്യവസ്ഥകളും കടുത്ത വേദനയിലാണ്. പക്ഷേ ആദ്യം പിന്മാറാൻ ഇരുവരും ആഗ്രഹിക്കുന്നില്ല. ഇതൊരു കരാർ ചർച്ചയാണോ അതോ വെറുമൊരു നയതന്ത്ര നാടകമാണോ എന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്ന ചോദ്യം.